ഈശോമിശിഹായ്ക്ക് സ്തുതി. എല്ലാവർക്കും നമസ്കാരം. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു ദിവസം നേരുന്നു. ഞാൻ ബിനോയ് പാല. ഇപ്രാവശ്യം ഇന്ത്യയിൽ ജൂതന്മാർ അതിനെപ്പറ്റി പറയാം. യഹൂദന്മാർ BC സമയത്തും AD സമയത്തും പല കാരണങ്ങളാൽ ലോകം മുഴുവൻ കുടിയേറിയിട്ടുണ്ട്. BC സമയം കുടിയേറിയവർ മിക്കവാറും ആ സംസ്കാരങ്ങളുമായി മിക്സായി. എങ്കിലും ചില ആചാര സമാനതകൾ കാണാം. AD സമയം കുടിയേറിയവർ യഹൂദർ എന്ന പേരിൽ തന്നെ ലോകം മുഴുവൻ അറിയപ്പെട്ടു. അവരിൽ നല്ലൊരു ശതമാനം AD 1948 ഇസ്രായേൽ പുനർജന്മം കൊണ്ടപ്പോൾ തിരിച്ചുപോയി. ഇസ്രായേൽ ഇന്ത്യ ബന്ധം BC സമയത്തും AD സമയത്തും ഉണ്ടായിരുന്നു. മയിലിൻ്റെ ജന്മദേശം ഇന്ത്യയാണ്. മലയാളികൾ 1-ാം നമ്പർ ആനപ്പാപ്പന്മാരാണ്. ബൈബിൾ പുസ്തകം 1 രാജാക്കന്മാർ 10-ാം അധ്യായത്തിൽ ആനക്കൊമ്പ്, മയിൽ, കുരങ്ങ്, സ്വർണം, വെള്ളി ഒക്കെ കടൽമാർഗം BC 1000 ഇസ്രായേലിൽ ജെറുസലേമിൽ സോളമൻ രാജാവിൻ്റെ കൊട്ടാരത്തിൽ 3 വർഷത്തിൽ ഒരിക്കൽ വന്നിരുന്നു എന്ന് എഴുതി വച്ചിട്ടുണ്ട്. അതുപോലെ 1 മക്കബായർ 6-ാം അധ്യായത്തിൽ BC 100 നടന്ന യഹൂദ ഗ്രീക്ക് യുദ്ധത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള ആനപ്പാപ്പന്മാർ പങ്കെടുത്തുവെന്നും അവർ ആനകൾക്ക് പരിശീലനം കൊടുത്തുവെന്നും പറയുന്നു. ഇന്ത്യയിൽ പ്രത്യേകിച്ച് വയനാട്, തിരുനെൽവേലി ഉൾപ്പെടെ 200 സ്ഥലങ്ങളിൽ മഹാശില സംസ്കാരത്തിലെ എന്നറിയപ്പെടുന്ന പുരാതന യഹൂദ ശവകുടീരങ്ങൾ കാണാം. അത് ഇന്ത്യയിൽ ഇന്ന് മുനീറ എന്നും ജൈനന്മാരുടെ ശവകുടീരമെന്നും പറയപ്പെടുന്നു. അതിൻ്റെ കാർബൺ ഡേറ്റിംഗ് BC 300 മുതൽ AD 1-ാം നൂറ്റാണ്ട് വരെയാണ്. അത് കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ വച്ചിരിക്കുന്നു. എന്നാൽ ഇന്ത്യയിൽ ഒരു ജനവിഭാഗവും അതിൻ്റെ ഉടമസ്ഥാവകാശം ഇതുവരെ ചോദിച്ചിട്ടില്ല. ഇതുപോലുള്ള ധാരാളം ശവകുടീരങ്ങൾ അയർലൻഡ്, കൊറിയ, അലക്സാൻഡ്രിയ, ഈജിപ്ത്, ജോർദാൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. ലോകം മുഴുവൻ ഒരേ രീതിയിൽ കാണുന്നതിനാൽ ഇന്ത്യയിൽ രൂപം കൊണ്ട ജൈനമതത്തിൻ്റെ ഭാഗമാകാൻ സാധ്യതയില്ല. അബ്രഹാം ബെൻഹർ എന്ന വയനാട്ടുകാരൻ തൻ്റെ സ്ഥലത്ത് ഇതുപോലുള്ള 6 കണ്ടു. അദ്ദേഹം ദ സിറ്റിസൺ എന്ന യൂട്യൂബ് ചാനലിൽ ഭാരതത്തിലെ ജൂതരെക്കുറിച്ച് വീഡിയോകൾ ഇറക്കിയിട്ടുണ്ട്. അതുപോലെ @101 ഇന്ത്യ, ഏൻഷ്യൻ്റ് ജൂയിഷ് ബെറിയൽ ചേമ്പേഴ്സ് എന്ന യൂട്യൂബ് ചാനൽ അടിച്ചാൽ അദ്ദേഹത്തിൻ്റെ സ്ഥലത്തെ അറകളെപ്പറ്റി അദ്ദേഹം പറയുന്നത് കാണാം, പുരാതന അറകളെപ്പറ്റി. BC സമയം വന്ന യഹൂദരിലെ പുരോഹിത ലേവി ഗോത്രക്കാർ ഇന്ത്യയിൽ ബ്രാഹ്മണ പുരോഹിത ഗോത്രവും ജപ്പാനിൽ പുരാതന ഷിൻഡോ മത പുരോഹിതരും ആയി മാറി. 3 കൂട്ടരും ദേവാലയത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് കുളിച്ച് ദേഹശുദ്ധി വരുത്തുന്നു. എന്നാൽ ഇന്ത്യയിൽ കൊണ്ട് ബുദ്ധമതത്തിൽ ഈ ആചാരമില്ല. പുരോഹിത വസ്ത്രധാരണയെപ്പറ്റി അത് ചണവസ്ത്രം കൊണ്ടുള്ളതായിരിക്കണം, അരമുതൽ തുടവരെയുള്ളതാവണം, അത് വീർപ്പുണ്ടാക്കുന്നതൊന്നും ധരിക്കരുതോ അവർ എന്നും എഴുതി വച്ചിട്ടുണ്ട്. ഇത് ബൈബിൾ പുസ്തകം എസെക്കിയേൽ 44-ാം അധ്യായം, പുറപ്പാട് 28 അധ്യായങ്ങളിൽ ഈ വസ്ത്രധാരണയെപ്പറ്റി എഴുതി വച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ഇന്നും ബ്രാഹ്മണ പുരോഹിതർ ദേവാലയത്തിൽ ഇതേ രീതിയിൽ വസ്ത്രധാരണം നടത്തുന്നു. അതുപോലെ മോശ വഴി ദൈവകൽപ്പന കിട്ടുന്നതിന് മുമ്പ് യഹൂദർ വിഗ്രഹാരാധകരായിരുന്നു. ഇപ്പോൾ അല്ല, അവർ കാളയെ ആരാധിച്ചിരുന്നു. മോശ സീനായ് മലവുകളിൽ പോകുമ്പോൾ താഴെ യഹൂദർ സ്വർണം കൊണ്ട് കാൾക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിക്കുന്നതായി പുറപ്പാട് പുസ്തകത്തിൽ എഴുതി വച്ചിട്ടുണ്ട്, 32-ാം അധ്യായം. ഇന്ത്യയിൽ മിക്ക പുരാതന ക്ഷേത്രത്തിലും മുമ്പിൽ തന്നെ കാളയെ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് കാണാം. ഇന്ത്യയിൽ ഇന്നും വിഗ്രഹാരാധന തുടരുന്നുണ്ട്. ബൈബിൾ പുസ്തകം ലേവ്യർ അതിലെഴുതി വച്ചിരിക്കുന്നു നിയമങ്ങളും ആചാരങ്ങളും അതിലെഴുതി വച്ചിരിക്കുന്ന നിയമങ്ങളും ആചാരങ്ങളും ഇന്ത്യൻ മനുസ്മൃതിയിൽ കാണാം. പുരാതന യഹൂദർ പരസ്പരം വണങ്ങിയിരുന്നു. ബൈബിൾ പുസ്തകം ആദ്യ പുസ്തകം ഉൽപ്പത്തി വായിച്ചാൽ കാണാം. ജപ്പാൻ ആളുകൾ പരസ്പരം വണങ്ങുന്നത് കാണാം. തമിഴിൽ വണക്കം, മലയാളം തെലുങ്കിൽ നമസ്കാരം, ഹിന്ദി സംസ്കൃതത്തിൽ നമസ്കാർ. എല്ലാത്തിൻ്റെയും അർത്ഥം വണങ്ങുന്നു, നമിക്കുന്നു എന്നാണ്. ബൈബിൾ പുസ്തകം ദാനിയേലിൽ സൂസൻ എന്ന കഥാപാത്രത്തെ കാണാം. വ്യഭിചാരക്കുറ്റം ആരോപിച്ച് പരസ്യ വിചാരണ നടത്തി ശിക്ഷിക്കുന്നു. ഇന്ത്യയിൽ, കേരളത്തിൽ ബ്രാഹ്മണ നമ്പൂതിരി സമുദായത്തിൽ സമാനമായ ആചാരം നിലനിന്നിരുന്നു, സ്മാർത്ഥ വിചാരം. പുരാതന യഹൂദർ ദേവാലയത്തിൽ സ്വത്ത് സൂക്ഷിച്ചിരുന്നു. 2 മക്കബായർ 3-ാം അധ്യായം. ഇന്ത്യയിൽ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലും പിന്നെ ഗുജറാത്ത് സോമനാഥ് ക്ഷേത്രത്തിലും ഒക്കെ നമുക്ക് ഉദാഹരണങ്ങൾ അറിയാവുന്നതാണ്. രാജാവിന് വിവാഹം സ്വയംവരം നടത്താൻ നാടെങ്ങും ഉള്ള കന്യകളെ വിളിച്ചു വരുത്തിയും അവയിൽ നിന്ന് രാജാവ് തിരഞ്ഞെടുപ്പ് നടത്തുന്ന ആചാരം ഇസ്രായേലിൽ നിലനിന്നിരുന്നു. ബൈബിൾ പുസ്തകം എസ്തേർ. ഇന്ത്യയിലും സമാനമായ ആചാരം നിലനിന്നിരുന്നു. യഹൂദർ ആദ്യ രാജാവായ സാവൂളിൻ്റെ മൃതദേഹം ദഹിപ്പിക്കുന്നു. 1 സാമുവേൽ അധ്യായം 31 എഴുതി വച്ചിട്ടുണ്ട്. ഇന്ത്യയിലും സ്വയംവര സമ്പ്രദായം നിലനിരുന്നെന്ന് എല്ലാവർക്കും അറിയാം. ഉൽപ്പത്തി 50-ാം അധ്യായത്തിൽ ജോസഫ് തൻ്റെ മക്കളോട് മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഇസ്രായേലിലേക്ക് വിശുദ്ധ സ്ഥലത്തേക്ക് പോകുമ്പോൾ എടുക്കണം എന്ന് പറയുന്നു. മൃതദേഹങ്ങൾ ദഹിപ്പിക്കുന്നതും അവശിഷ്ടങ്ങൾ പുണ്യസ്ഥലത്ത് നദിയിൽ നിക്ഷേപിക്കുന്നതും സാധാരണ സംഭവമാണ് ഇന്ത്യയിൽ. പുരോഹിതനാകാൻ കുട്ടികളെ ദേവാലയത്തിൽ വളർത്തുന്ന പതിവ് യഹൂദരുടെ ഇടയിൽ നിലനിന്നിരുന്നു. 1 സാമുവേൽ അധ്യായം 1. ഇതേ ആചാരം ഇന്ത്യയിൽ ബ്രാഹ്മണ സമുദായത്തിൽ നിലനിന്നിരുന്നു. 12 ഇസ്രായേൽ ഗോത്രപ്പേരുകൾ സമാനതകൾ കാശ്മീരിലും പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാനുള്ള പത്താൻ ഗോത്രത്തിലും കാണാം.
12 യഹൂദഗോത്രങ്ങൾ ഇവയാണ്: റൂബൻ, സൈമൺ, ലെവി, ജൂദ, സെവുലുൻ, ഇസക്കാർ, ദാൻ, ഗാദ്, അഷേർ, നഫ്താലി, ജോസഫ്, ബെഞ്ചമിൻ. എഫ്രൈം, മനസയും ജോസഫിൻ്റെ 2 മക്കളാണ്. അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാനിലുള്ള പത്താൻ വിഭാഗക്കാരിൽ ബാനി ഇസ്രായേൽ എന്ന പേര് കോമൺ ആണ്. അർത്ഥം ഇസ്രായേൽ മക്കൾ എന്നാണ്. ജോസഫ് അവർക്ക് യൂസഫാണ്. യൂസഫ് സായ് എന്ന പേര് അവർക്ക് കോമൺ ആണ്. യൂസഫ് സായ് എന്നാൽ ജോസഫിൻ്റെ മക്കൾ. പ്രധാന അഫ്ഗാൻ ഗോത്രങ്ങൾ റബാനി ട്രൈബ് ഫോർ റൂബൻ, ആൻഡ് ഷിൻവാരീസ് ഫോർ സൈമൺ, ലെവാരീസ് ഫോർ ലെവി, ഡഫ്താനീസ് ഫോർ നഫ്താലി, ജാലീസ് ഗാദ്, അശ്വരി ഈസ് അഷേർ, അഫ്രീദീസ് എഫ്രൈം, ജാജി ഈസ് ഗാജി ഫോർ ദി ട്രൈബ് ഓഫ് ഗാദ്. കാശ്മീരിലും സമാനതകൾ കാണാം. അഷേറിയ ഫോർ അഷേർ, ദാൻഡീസ് ഫോർ ഡാൻ, ഗാദീസ് ഫോർ ഗാഡ്, അഷൂരീസ് ഫോർ അഷൂർ, ലാവീസ് ഫോർ ലെവി, ഷാവുൾ ഫോർ കിങ് സോളമൻ, സുലൈമാനിഷ് ഓൾസോ ഫോർ കിങ് സോളമൻ. പ്രധാനമായും AD സമയം എന്ന യഹൂദർ 3 ഗ്രൂപ്പുകളായി അറിയപ്പെടുന്നു. ബാനി ഇസ്രായേൽ, മറാഠി സ്പീക്കിംഗ് ജ്യൂസ്. രണ്ടാമത്തേത് കൊച്ചിൻ ജ്യൂസ്. മൂന്നാമത്തേത് തേർഡ് ഗ്രൂപ്പ് ബാഗ്ദാദി ജ്യൂസ്. ദേ കെയിം ഫ്രം വെസ്റ്റ് ഏഷ്യ, മെയിൻലി ഫ്രം ബാഗ്ദാദ്, ദെൻ ബസ്ര, സിറിയ, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ. സെറ്റിൽഡ് മെയിൻലി ഇൻ ബോംബെ, കൽക്കട്ട, പൂനെ. ഫേമസ് Jew is David Sassoon. He is well known in Mumbai, David Sassoon. First Jews arrived in AD time mainly in Surat, Gujarat. യഹൂദർ പെസഹ തിരുനാളിന് പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിച്ചിരുന്നു. കേരളത്തിലും സീറോ മലബാർ ഉൾപ്പെടെ ചില ക്രിസ്ത്യൻ വിഭാഗങ്ങൾ പെസഹ തിരുനാളിന് പുളിപ്പില്ലാത്ത അപ്പം ഉണ്ടാക്കുന്നുണ്ടോ. അവർ അതിന് ഇന്ദ്രിയപ്പം, കുരിശപ്പം, പെസഹാപ്പം എന്ന് പറയുന്നു. അതുപോലെ ഇന്ത്യയിലെ നമ്പൂതിരി, ബ്രാഹ്മൺ, പട്ടർ, ഫട്ട്, ഫട്ടതിരി, പത്ര, പട്ടേൽ, പട്ടീൽ, അയ്യർ, അയ്യങ്കർ, റെഡ്ഡി, റാവു, സിഖ്, തോഡർ, കുടകർ, പിന്നെ ഖാൻ, ഹുസൈൻ, ഇക്ബാൽ. ഈ പേരുകൾ, ഈ ഗോത്രങ്ങൾ, ഇവരിലെല്ലാം യഹൂദ ആചാര സമാനതകൾ ധാരാളം കാണാം. യഹൂദർ വിഷയിക്കുന്നു ഷാലോം, സമാധാനം. ഈശോ ഉയർത്ത ശേഷം വിഷയിക്കുന്നു നിങ്ങൾക്ക് സമാധാനം. മുസ്ലിങ്ങൾ വിഷയിക്കുന്നു അസ്സലാമു അലൈക്കും, അർത്ഥം സമാധാനം. ഇന്ത്യൻ പ്രാർത്ഥന ഓം ശാന്തി ശാന്തി ശാന്തി, പൂർണ്ണ സമാധാനത്തിനുള്ള പ്രാർത്ഥന. എല്ലാവരും പല കാരണത്താൽ വേർപെട്ട ഒരു പിതാവിൻ്റെ മക്കൾ എന്ന ചിന്താഗതി വന്നാൽ ലോകത്തിൽ സമാധാനം വരും. അപ്പോൾ ബൈബിൾ പുസ്തകം ഉൽപ്പത്തി 12 അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്ന ബൈബിൾ പ്രവചനം നിറവേറും. ദൈവം അബ്രാഹത്തിന് കൊടുത്ത വാഗ്ദാനം, നിന്നിലൂടെ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.